സാറേ, ഈ മാസം 20-ാം തീയതി ട്രംപ് അധികാരത്തിലേറുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സന്ദർശിക്കാൻ അവിടെ എത്തി പങ്കെടുക്കാൻ പോകുന്നത് ജയശങ്കറാണ്. അപ്പോൾ ഇനി ട്രംപിന്റെ വരവിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ട്രംപ് ഒരു നാടകീയമായ നീക്കങ്ങൾക്ക് പേരുകെട്ടയാളാണ്. മറ്റൊരു പ്രസിഡന്റും ചെയ്യാത്ത പല കാര്യങ്ങളും ട്രംപിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നു. അതിലൊന്നാണ് തൻ്റെ രണ്ടാം ഊഴം പ്രസിഡന്റ് പദവിയിൽ വൈറ്റ് ഹൗസിലെ തൻ്റെ രണ്ടാം ഊഴം വർണ്ണശബളമാക്കണം, അവിസ്മരണീയമാക്കണം. അതിന് ലോക നേതാക്കളുടെ ശാരീരിക സാന്നിധ്യം ഉണ്ടാക്കണം. പ്രാർത്ഥന ആശീർവാദം മാത്രം പോരാ, വ്യക്തിപരമായി അവർ പങ്കെടുക്കണം. അങ്ങനെ ട്രംപ് വളരെ ആഗ്രഹിച്ച് വിളിച്ച രണ്ടു പേരാണ് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും. രണ്ടുപേരും ക്ഷണം സ്വീകരിച്ചു എങ്കിലും അവർ നേരിട്ട് പങ്കെടുക്കും എന്നറിയിച്ചില്ല. അതിന് പകരം അവരുടെ പ്രതിനിധികളെ അയക്കുകയാണ്. ചൈനയിൽ നിന്നും ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി വാങ് യിയോ ആയിരിക്കണം പോകുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല, നയതന്ത്ര നീക്കങ്ങൾ അനൗപചാരികമായ തലത്തിലെങ്കിലും നയതന്ത്ര നീക്കങ്ങൾക്കൊരു നല്ല വേദി കൂടിയാണ് ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ്. അവിടെ വാഷിങ്ടൺ DC-യിൽ ഇവർ ഒത്തുകൂടുമ്പോൾ ക്യാപിറ്റൽ ഹില്ലിന് ചുറ്റുപാടും ഒരുപാട് നയതന്ത്ര സാധ്യതയാണുള്ളത്. കാരണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി മറ്റ് ലോക നേതാക്കളുമായും വ്യവസായ പ്രമുഖന്മാരുമായും സംസാരിക്കുന്ന ഒരു ഇടം. ഇപ്പം നമുക്ക് അറിയാവുന്ന സത്യപ്രതിജ്ഞ ചടങ്ങെന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഡ്രൈ ഡൾ അഫെയറാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നേതാക്കൾ വരുന്നു, പങ്കെടുക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ ഇത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേട്ടോ. അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് വ്യവസായ ഭീമന്മാർ, ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് വ്യവസായ ഭീമന്മാരെല്ലാം ഒന്നിച്ചു കൂടുന്ന, അവർ പണം മുടക്കിയാണ് ഒന്നിച്ചു കൂടുന്നത്. കാരണം അവർ കോൺട്രിബ്യൂഷൻ നടത്തും. $1 മില്യൺ എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ $300 മില്യൺ ആണ്. അതായത് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും അതോടൊപ്പമുള്ള ബാങ്ക്വറ്റ്, ഈ സദ്യ ഉണ്ട്, വലിയ ഇതിലുള്ള പാർട്ടി ഉണ്ടാകും. ആ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് അനൗപചാരികമായി ഇവരെല്ലാം തമ്മിൽ സംസാരിക്കുന്നത്. ഔപചാരികമായ സംസാരമല്ല, ഈ സൗഹൃദ സംഭാഷണങ്ങളിലാണ് പലപ്പോഴും പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്, പുതിയ ഡീലുകളുടെ കോൺസെപ്ച്വലൈസേഷൻ, കഥാതന്തു ഉണ്ടാകുന്നത് അവിടെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് എത്ര പണം മുടക്കിയും ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയിൽ പങ്കെടുക്കാൻ താൻ പുതിയ പ്രസിഡന്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. തനിക്ക് ക്ഷണം ലഭിച്ചു, താൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു, ആ സദസ്സിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയ വ്യവസായികൾക്ക് ഒരു വലിയ ഒരു ക്രെഡിറ്റാണ്. മാത്രമല്ല, വ്യവസായ ലോകത്ത് പലരും ട്രംപ് പ്രസിഡന്റ് ആകുമെന്ന് കരുതിയവരല്ല. ആദ്യ ഊഴത്തിലും ഇതേ തെറ്റ് തന്നെ അവർ ആവർത്തിച്ചു. രണ്ടാം ഊഴത്തിലും ഇപ്പോൾ ഇതാ ട്രംപ് വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ട്രംപിനെ ട്വിറ്ററിൽ നിന്ന് പോലും വിലക്കിയ ട്വിറ്ററിൻ്റെ മേധാവി ട്രംപിനോട് ഇനി അടുത്തെങ്കിലേ പറ്റൂ. അതുകൊണ്ട് എല്ലാം മറത്തു പുറത്തു മാപ്പാക്കണം, ലേലു അല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനോട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ ആവും. അതുമാത്രമല്ല, ഈ വ്യവസായികളെക്കാളെല്ലാം തലപ്പൊക്കത്തിൽ നിൽക്കുന്ന സാക്ഷാൽ ഇലോൺ മസ്ക്, അദ്ദേഹം ട്രംപിൻ്റെ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാസത്വരകമായി പ്രവർത്തിച്ചത് ഇലോൺ മസ്കാണ്. മസ്കിൻ്റെ ഓഹരികൾ കുതിച്ചു പാഞ്ഞു. ട്രംപിൻ്റെ വിജയത്തെ തുടർന്നുകൊണ്ട് മസ്ക് മുടക്കിയതിൻ്റെ ഒരു 10-20 ഇരട്ടി തുക അദ്ദേഹത്തിൻ്റെ ഓഹരി വിപണിയിൽ ഉണ്ടായ വലിയ കുതിച്ചുചാട്ടത്തിൽ അദ്ദേഹത്തിന് നേട്ടമായി വന്നു. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യവസായിയായി ഇലോൺ മസ്ക് മാറുന്നത് കണ്ടു. ട്രംപിൻ്റെ വലങ്കയായി നിൽക്കുന്നു. ട്രംപ് പല പരിഷ്കാരങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിനെയാണ്. അതുകൊണ്ട് വ്യവസായ ലോകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിയുന്ന ചാലകശക്തിയായി ഇലോൺ മസ്ക് മാറുമ്പോൾ തങ്ങളും ഒട്ടും പുറകിലായി പോകരുത് എന്ന ചിന്ത മറ്റ് വ്യവസായികൾക്കുണ്ട്. ഇപ്പം ഇവരെല്ലാം അണ്ടർ വൺ റൂഫ്, ഒരൊറ്റ വേദിയിൽ സദസ്സിൽ ഒരുമിച്ച് കാണാനാവുന്ന അവസരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മോദി പോകുന്നത് ഒരു 1-to-1 നേതാക്കൾ തമ്മിലുള്ള സംസാരമാണ്. അതിനുള്ള കളമൊരുക്കുന്നതിൻ്റെ ഭാഗമാണ് വിദേശകാര്യ സെക്രട്ടറിയും വിദേശകാര്യ മന്ത്രിയും. ഇന്ത്യയുടെ എല്ലാവരുടെയും മനസ്സ് മോദി അങ്ങോട്ട് എത്തണമെന്നായിരുന്നു. കാരണം മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം അറിയാം. ഗുജറാത്തിൽ നാം കണ്ടതാണ്. മൈ ഫ്രണ്ട്, അങ്ങനെയാണല്ലോ, ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സൗഹൃദം തന്നെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സന്ദർശനം ഒഴിവാക്കിയത്, അങ്ങനെ ഒരു യാത്ര? ഈ നമസ്തേ ട്രംപും ഹൗഡി മോഡിയും ഒക്കെ ഒന്നാം തരം പബ്ലിക് റിലേഷൻസ് PR എക്സസൈസുകളായിരുന്നു. അത് മോദിക്കും ട്രംപിനും തുല്യമായി പ്രയോജനം ലഭിച്ച ഒന്നാം തരം PR എക്സസൈസ് ആയിരുന്നു. അതിനെയും ഉണ്ടാകും.
ആദ്യം അമേരിക്ക സന്ദർശിക്കുന്ന ഇന്ത്യൻ, ഇനിയിപ്പം ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം വിത്തിൻ 5 or 6 months അപ്പം മോദിയുടെ സന്ദർശനത്തിന് വഴിയൊരുക്കുന്ന, അപ്പോൾ എല്ലാ കണ്ണുകളും മോദിയിലേക്കും ഇന്ത്യയിലേക്കും തിരിയും. ഇപ്പോൾ പലരിൽ ഒരാളാണ് മോദി, അല്ലേ? അതുകൊണ്ട് ചൈന അമേരിക്ക ഉച്ചകോടിയും ഇന്ത്യ അമേരിക്ക ഉച്ചകോടിയും ട്രംപിൻ്റെ സാന്നിധ്യത്തിൽ, ട്രംപിൻ്റെ ആതിഥേയത്വത്തിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്, ചുമതല ഏറ്റെടുത്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ. അതുപോലെ ട്രംപിൻ്റെ ഇനിയുള്ള ഇന്ത്യ സന്ദർശനവും ഇന്ത്യ ഉറ്റുനോക്കുന്നു. അതൊക്കെയാണ് വലിയ ഇവൻറ്റ്. അതൊക്കെ അവിസ്മരണീയമായി മാറ്റാൻ ഇന്ത്യ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോൾ മറ്റെല്ലാ ലോക നേതാക്കളുടെയും ഇടയിൽ സാറ് പറഞ്ഞു വന്നത് ഇപ്പോൾ കണ്ടതല്ല, ഇനി കാണാനിരിക്കുന്നതാണ്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഒളിപ്പോരൊന്നുമല്ല, അത് പരസ്യമായ പോരാണ്. ആ പോരിൽ ഒരുപക്ഷെ വ്യവസായ പോര് പോലും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇപ്പോഴുള്ള ഒരു ഫീൽ ഗുഡ് ഫാക്ടർ, അത് നികുതിയുടെ കാര്യം വരുമ്പോൾ കണിശക്കാരനാണ് ട്രംപ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഈടാക്കുന്ന പോലെ, ഭീമമായ നികുതി ഈടാക്കുന്നത് പോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഈടാക്കാൻ ട്രംപ് മടിക്കില്ല. അതാണ് എൻ്റെ ഒരു ചിന്ത. അതുമാത്രമല്ല, റഷ്യൻ ഓയിൽ കമ്പനികൾക്ക് എംബാർഗോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൈഡൻ. അത് ട്രംപ് തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ റഷ്യൻ എണ്ണ കപ്പലുകൾക്ക് സഞ്ചരിക്കാനാവാത്ത അവസ്ഥയുണ്ടായാൽ ഇന്ത്യയുടെ 36% എണ്ണ ഇറക്കുമതിയും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇപ്പോൾ വരുന്നത് റഷ്യയിൽ നിന്നാണ്. അത് വലിയൊരു ഇന്ത്യക്കൊരു വലിയ സെറ്റ് ബാക്ക് ആയിരിക്കും. ഇൻഡയറക്ട്ലി ഓയിൽ പ്രൈസുകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ എത്തുന്ന ട്രംപ് എല്ലാം ഇന്ത്യ അനുകൂല നിലപാടാവും എടുക്കുക എന്ന് കൃത്യമായിട്ട് പറയാനുമാവില്ല. ഇന്ത്യയോട് വിരോധമുണ്ടാവില്ല. തീർച്ചയായും ചൈനയെ ബാലൻസ് ചെയ്യാനുള്ള ഒന്നാം തരം ജിയോ സ്ട്രാറ്റജിക് ഒരു അലൈ എന്ന നിലയിൽ ട്രംപ് ഇന്ത്യയെ ഉപയോഗിക്കാനാണ് സാധ്യത. പക്ഷേ ഇന്ത്യയുടെ മിടുക്കെന്ന് പറയുന്നത് ട്രംപിനെ എത്രത്തോളം ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് ഇന്ത്യയുടെ സാധ്യത. അതിന് പറ്റുന്ന ആളാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറും, അതുപോലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമൊക്കെ ഒന്നാം തരം പരിണിതപ്രജ്ഞരായ തന്ത്രജ്ഞന്മാരാണ്. വിദേശ നയം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ വളരെ വളരെ സുരക്ഷിതമായ വിദേശ നയമാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അല്ല ഇന്ത്യയുടെ വിദേശ നയം. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ചൈനയോടും റഷ്യയോടും അമേരിക്കയോടും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ ബിസിനസ് സംസാരിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് റഷ്യയുടെ ചങ്ങാത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ ഉക്രൈനുമായി നമുക്ക് ഇടപെടാൻ കഴിയുന്നത്. അറബ് രാജ്യങ്ങളുമായി ചങ്ങാത്തം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രയേലുമായി ഇടപെടാൻ കഴിയുന്നതും തിരിച്ചും. അപ്പോൾ ആ ഒരു ബാലൻസിങ് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന പുതിയ വിദേശ നയത്തിൻ്റെ ആ തന്തു അതാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ അജിത് ഡോവലിന്റെ പേര് ഇവിടെ ഉന്നയിച്ചത് കൊണ്ട് പറയുകയാണ്, ഈ ഇന്ത്യയും പുതിയ അമേരിക്കയുടെ പ്രസിഡന്റുമായി യോജിച്ച് എങ്ങനെയായിരിക്കും ഭീകരവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക? കാരണം വർഷങ്ങളായി തന്നെ ഇന്ത്യക്ക് ഏറ്റവും തലവേദനയായി മാറുന്നതാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയെ ഈ 2 രാജ്യങ്ങൾ എങ്ങനെ ഒരുമിച്ച് മറികടക്കും? ഫൈറ്റ് അഗൻസ്റ്റ് ഗ്ലോബൽ ടെററിസം, ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ നിർണായകമായ കണ്ണിയാണ് ഭാരതം. അത് അമേരിക്കയ്ക്ക് അംഗീകരിച്ചേ പറ്റൂ. ഇന്ത്യ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് തന്നെയാണ് അക്കാര്യത്തിൽ. അപ്പം ഇന്ത്യയുടെ താല്പര്യങ്ങളും ഈ മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അഫ്പാക് മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ കാശ്മീർ അതിർത്തിയിൽ നിന്നോ അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ ഒതുക്കുന്നതിന് തീർച്ചയായും ഇസ്രായേലിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്, അമേരിക്കയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്, അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അതേ ശക്തികൾ തന്നെയാണ് ഇന്ത്യക്കെതിരെയും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക കാര്യം വേറെ, അത് വേറെ, അതേസമയം സുരക്ഷാ കാര്യങ്ങൾ വേറെ. ചതുർരാഷ്ട്ര സഖ്യമായ ക്വാഡ്, QUAD, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക, ഈ സഖ്യത്തിൽ ഒരു നിർണായക പങ്കാളിയാണ് ഭാരതം. സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഉണ്ടാകും. ചൈനീസ് നേവിക്ക് ഇന്ത്യ സമുദ്രത്തിൽ മേഞ്ഞ് നടക്കാനുള്ള ഒരു അനുവാദമൊന്നും ഒരുപക്ഷെ ട്രംപ് കൊടുത്തെന്നിരിക്കില്ല. അങ്ങനെ ചെയ്യാം. ഇന്ത്യക്ക് ചുറ്റും പ്രതിരോധം തീർത്തുകൊണ്ട് ചൈനീസ് തുറമുഖങ്ങൾ വരുന്നു. മാലദ്വീപിലും ശ്രീലങ്കയിലെ ഹമ്പൻതോറ്റയിലും അതുപോലെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലും, അതെല്ലാം തന്നെ പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖവും എല്ലാം തന്നെ. അതിന് ബദലായി ഇന്ത്യ പുതിയ ഇനിഷ്യേറ്റീവ് നടത്തുകയാണ്. അത് ഇറാനുമായി പോലും ഇന്ത്യ നല്ല സൗഹൃദത്തിലാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ വൈകി എത്തുന്ന ഒരു നല്ല സൗഹൃദം, താലിബാൻ ഗവൺമെൻറ്റുമായി. ഇതൊന്നും അമേരിക്ക എതിരല്ല. അപ്പോൾ അമേരിക്കയെ ആ നീക്കങ്ങളിലെല്ലാം കൂടെ നിർത്തുക എന്നതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്. അത് ഭംഗിയായി പാലിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നിടത്തോളം ട്രംപ് ഒരു ഭീഷണിയല്ല. ഇന്ത്യയോട് നല്ല അടുപ്പമുള്ള രാജ്യങ്ങളാണ് റഷ്യ, അതോടൊപ്പം ഇറാൻ, അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ട്. പക്ഷെ അത് അമേരിക്കയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ രാജ്യങ്ങൾക്കെതിരാണ്
ഈ ഇറാനും അതോടൊപ്പം റഷ്യയിലും. അപ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കുക? അങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു ജോ ബൈഡൻ. ട്രംപ് പക്ക ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സാണ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ്. അതായത് 4 കാശുണ്ടാകണം, ഞങ്ങൾ ഡോളർ താഴെ പോകരുത്, ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താഴെ പോകരുത്, അത്രയേ ഉള്ളൂ. അതിനെ ഏത് ചെകുത്താനുമായും അമേരിക്ക കൂട്ടുകൂടും, ആരുമായും സന്ധി ചെയ്യും. ഇത് ട്രംപിൻ്റെ നയമാണ്. സൈന്യങ്ങളെ വെറുതെ അവിടെ ഇവിടെയും വിന്യസിച്ച് ചിലവുണ്ടാക്കില്ല. അപ്പം സമാധാനപ്രേമി ആയതുകൊണ്ടല്ല, മറിച്ച് തന്ത്രശാലിയായ ബിസിനസ്സുകാരനാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ബിസിനസ് നടത്താൻ ട്രംപിനറിയാം. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ സുരക്ഷാ കാര്യം അങ്ങനെ പറയുമ്പോഴും ഈ ഹമാസിനെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വന്നു കഴിഞ്ഞാൽ നോക്കണ്ട എന്ന രീതിയിൽ. ഹമാസിന് മുന്നറിയിപ്പ് കൊടുത്ത് 20-ാം തീയതി ദിവസമുണ്ടെങ്കിൽ, ഇനോഗ്രേഷൻ 20th ജനുവരി, ആ ദിവസമുണ്ടെങ്കിൽ അതിന് മുമ്പേ സുട്ടിടുവേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ട്രംപിൻ്റെ അച്ചായൻ്റെ ഓരോ നമ്പറുകളില്ലേ, ആ നമ്പറൊക്കെ കണ്ട് പേടിക്കുന്നവർ പേടിച്ചോട്ടെ. ട്രംപ് ഈ പ്രെഡിക്റ്റ് ചെയ്യാനാവാത്തൊരു വ്യക്തിത്വമാണ്. അതാണ് ട്രംപിൻ്റെ USP എന്ന് പറയുന്നത്. നാളെ എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ആ ഒരു നിഗൂഢത നിലനിർത്താൻ കഴിയുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇറാൻ കാര്യമായി ശബ്ദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ദോഹയിൽ ഇപ്പോൾ ഉച്ചകോടി നടക്കുന്നു, ട്രംപിൻ്റെ എൻവോയ് അവിടെ പങ്കെടുക്കുന്നു. അതുകൊണ്ട് 20-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് പരിപൂർണ്ണ ശാന്തി ഉണ്ടാകണം എന്ന് ട്രംപ് പറഞ്ഞു വെച്ചു. എളുപ്പം നടക്കുന്ന കാര്യമല്ല, പക്ഷേ ചടുലമായ നീക്കങ്ങൾ അതിനുവേണ്ടി പിന്നണിയിൽ നടക്കുന്നു എന്നതും നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.